വെൽക്കം ടു എജുപോഡ്. അപ്പോൾ മക്കളെ, നമുക്ക് നോക്കിയാലോ. സോഷ്യോളജി അല്ലേ, +1 സോഷ്യോളജിയിൽ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാകും ഞങ്ങൾക്ക് ഓണം എക്സാം ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് അല്ലേ. പക്ഷേ എന്തുണ്ടാവും, സ്കൂളുകളിൽ നിങ്ങൾക്ക് ഓണം എക്സാം നിങ്ങൾക്ക് നടക്കാതിരിക്കില്ല. സ്കൂളുകളിൽ എന്തായാലും സമയം നടത്തുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഓണം എക്സാമിന് നമുക്ക് +1 സോഷ്യോളജിയിൽ എത്രത്തോളം ചാപ്റ്റേഴ്സ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കൂടുതലായിട്ട് ചാപ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്ക് ടോട്ടൽ 3 പാഠങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, +1 സോഷ്യോളജിയിൽ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ ചാപ്റ്റർ എന്നൊന്ന് പരിചയപ്പെട്ടാലോ അല്ലേ. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി അല്ലേ. നമ്മൾ പഠിച്ച പാഠമാണ് എന്താണ്, സമൂഹവും എന്ന 1ാമത്തെ പാഠം അല്ലേ. നമുക്ക് ഇതിനകത്ത് നമ്മൾ സീറൈറ്റ് മെയിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ പ്ലൂറാലിറ്റീസ് ആൻഡ് ഇനീക്വാലിറ്റീസ്, അങ്ങനെ നമ്മൾ കുറേ ടോപ്പിക്സും അതുപോലെ സോഷ്യോളജിയിലെ മറ്റ് ഡിസിപ്ലിൻസ് ആയ, ഇപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ഡിസിപ്ലിൻസ് ആയ ആന്ത്രോപോളജിയും സോഷ്യോളജിയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ഇക്കണോമിക്സുമായിട്ടും പൊളിറ്റിക്കൽ സയൻസുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത് ടേംസ്, കോൺസെപ്റ്റ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി അല്ലെ. സോഷ്യോളജിയിൽ പദങ്ങളും സങ്കല്പങ്ങളും സമൂഹശാസ്ത്രത്തിൽ അവയുടെ ഉപയോഗവും. അപ്പം നമുക്കറിയാം ഓരോ വിഷയങ്ങളിലും മാത്രം ഉപയോഗിക്കുന്ന ചില കോൺസെപ്റ്റുകളും ടേംസുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, സോഷ്യോളജിയിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ടേംസുകളും കോൺസെപ്റ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. എന്താണ്, സാമൂഹ്യ സ്ഥാപനങ്ങളെ മനസ്സിലാക്കൽ. നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഏതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ ഫാമിലി അല്ലേ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിലി പഠിക്കുന്നുണ്ട്, കിൻഷിപ്പ് അല്ലേ, ടൈപ്പ് ഓഫ് കിൻഷിപ്പ്, മാരേജ്, ഡിഫറെൻറ്റ് ഫോം ഓഫ് മാരേജ് പഠിക്കുന്നുണ്ട്, എഡ്യൂക്കേഷന്, നേഷന്, പൊളിറ്റിക്സ്, എല്ലാം ഒരുപാട് ടോപ്പിക്സ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും 3 ചാപ്റ്ററോളമാണ് നമുക്ക് സോഷ്യോളജിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.